Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. കുറച്ചുകൂടി ഉള്ളിലേക്ക് കേട്ടോ കേട്ടോ. Good afternoon. ഫുഡൊക്കെ കഴിച്ചെല്ലാരോ? യെസ്. Okay, good afternoon to all. PDF കാണാമോ? കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തോണ്ടിരുന്നത് അല്ലെ? ഇവിടെ വരെ പറഞ്ഞു. ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു. അതർ ഏരിയാസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഇവിടെ വരെ പറഞ്ഞത് സ്റ്റോറേജ് വരെ അല്ലേ? ഓക്കെ. അടുത്ത അതർ ഏരിയാസ് ഏതൊക്കെയാണ്? ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി റോ. ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി റോ. എന്തിനു വേണ്ടിയിട്ടാണ് അത് ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി റോ മാം? ഇതിനു വേണ്ടിയായിരിക്കും നമ്മൾ അത് ഉപയോഗിക്കുന്നത് ആ ഏരിയാസ്. ഇതിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത് ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി റൂം ഒക്കെ. എന്ത് പർപ്പസിന് വേണ്ടിയാണ്?
ക്ലീനിങ് പർപ്പസിന്, അതായത് നമ്മള് ഉപയോഗിച്ച പഞ്ഞി, സിറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലിറ്റി റൂമിലാണ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, സാധനങ്ങളെല്ലാം തന്നെ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ ആ ഒരു റൂമിലായിരിക്കും. ഇനി ലിനൻ റൂംസ് എന്താണ്? ലിനൻ റൂംസ് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ക്ലോത്ത് ഐറ്റംസ് ആണ് അതിൽ വരുന്നത് അല്ലെ. പേഷ്യൻസിന്റെ ക്ലോത്ത് ഐറ്റംസ് ആണ് അതിൽ വരുന്നത്. ബെഡ്ഷീറ്റ്സ്, പേഷ്യന്റ് കോട്ട്സ്, പേഷ്യൻസിന്റെ ഗൗൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ലിനൻ റൂംസിൽ ഉണ്ടായിരിക്കുക. അടുത്തത് മൊബൈൽ എക്യുപ്മെന്റ് ബേ ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. എന്താണ് മൊബൈൽ എക്യുപ്മെന്റ് ബേസ്? പോർട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, ട്രോളീസ്, വീൽ ചെയർ ഒക്കെ അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഉദ്ദേശിക്കുന്ന എന്താണ് മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ. ഓക്കെ, അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി, അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഏരിയാസ് ഉണ്ടായിരിക്കും. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ എന്താണ്? മൊബൈൽ എക്സ്റേ, പോർട്ടബിൾ എക്സ്റേ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ബേസുകള് അതൊക്കെ സ്പേസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം എന്താണ്? എല്ലാ പ്രൊസീജിയേഴ്സിനും ശേഷം പേഷ്യൻസിന് എല്ലാ സാധനം ഡിസിൻഫെക്ട് ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യുന്ന പ്രോസസ് ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. ക്ലീനേഴ്സ് റൂംസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അതർ ഏരിയാസ് എന്ന് പറയുന്നത്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി, ഐസൊലേഷൻ റൂംസ്, ഡീകണ്ടാമിനേഷൻ ഏരിയാസ്, സ്റ്റോറേജ്, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, ലിനൻ റൂം, മൊബൈൽ എക്യുപ്മെന്റ് ബേസ്, മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്, ക്ലീനേഴ്സ് റൂംസ്. ഓക്കെ, ഇപ്പൊ ഫങ്ഷണൽ ഏരിയാസും അതർ ഏരിയാസും ഏതൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ട്, അതർ ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന് പഠിക്കാം. ക്ലിയർ ആണോ? ഇത് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് ഫ്ലോ ആണ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വരുന്നത് മുതൽ ആളെ വിട്ടയക്കുന്നത് വരെയുള്ള പ്രോസസ് ആണ് ഈ പേഷ്യന്റ് ഫ്ലോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് മുതൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്, ആളെ വിട്ടയക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഈ ഓർഡർ തെറ്റിച്ച് പഠിക്കരുത്, ഓർഡറിൽ തന്നെ പഠിക്കണം. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആദ്യം ഏത് പ്രോസസ് ആണ് നടക്കുന്നത്, ലാസ്റ്റ് നടക്കുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിനകത്ത് എന്താണ് ഈ ഓർഡർ 1, 2, 3, 4, 5 എന്നീ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് എന്താണ്? ട്രയേജ് ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ട്രയേജ് എന്താണെന്ന്. എന്താണ് ട്രയേജ്? ട്രയേജ് എന്താണ്? പേഷ്യൻസിന്റെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. ഓൾ പേഷ്യൻസ് ഷുഡ് ബി, ഫസ്റ്റ് പേഷ്യൻസിന്റെ ട്രയേജ് സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. ആദ്യം വരുന്ന പേഷ്യന്റ് നോക്കിയിട്ട് അവരുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഡിവൈഡ് ചെയ്യുന്നു. ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രെയിൻ ത്രൂ എ സിംഗിൾ പോയിന്റ്. ട്രയേജ് ത്രൂ എ സിംഗിൾ പോയിന്റ്. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താണ് all patients should be triaged to a single point എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ആദ്യം ചികിത്സ നടക്കുന്ന പ്രക്രിയയാണ് എന്ത് ട്രയേജ് എന്നറിയാം. ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? വരുന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ആ ഒരു സിംഗിൾ പോയിന്റിലൂടെ തന്നെയാണ് വ്യൂ ചെയ്യുന്നത്. അത് വരുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയതിനു ശേഷമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സോർട്ട് ഔട്ടിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രധാന എയിം എന്താണ്? പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താ?
of patient for providing optimum care consistent with their medical need and ensure efficient utilization of available resources. മാക്സിമം എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ആ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽസ് ഏത് സ്റ്റേജിലാണ് ആ പേഷ്യന്റ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട കെയർ എന്താണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതിന് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്ത് ട്രയേജിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 10 പേരുകളിൽ 10 പേരുടെ കണ്ടീഷൻസിൽ ഏറ്റവും മോശമുള്ള കണ്ടീഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആർക്കാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഏറ്റവും ക്രിട്ടിക്കൽ കേസസ് ഉള്ള ആൾക്കായിരിക്കും എന്ത് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ഒരു കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യന്റിന് നമ്മൾ ആദ്യം എന്താണ് ട്രയേജ് എന്ന പ്രോസസ്സിലൂടെയാണ് അവർ ആദ്യം കടന്നു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Next one, reception. Reception. Close operational relationship exists with the triage. After triage, patient details are recorded by the clerical staff. A new medical record is either raised or the old one retrieved. Okay. Reception area നമുക്കറിയാം ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കുള്ളൂ എന്ത് വരുന്നത്? റിസപ്ഷൻ ഏരിയാസ് വരുന്നത് അല്ലെ? ഓക്കെ, ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. ഈ ട്രയേജ് പ്രോസസ്സിന് ശേഷം എന്താണ് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും കേട്ടോ. ട്രയലിന് ശേഷം പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യുന്നത് ക്ലറിക്കൽ സ്റ്റാഫ് ആണ്. ആഫ്റ്റർ ട്രയൽസ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. ആ പോയിന്റ് പഠിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ ആരാണ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? ക്ലറിക്കൽ സ്റ്റാഫ് ആണ് കേട്ടോ. പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ടെക്സ്റ്റ് ഉള്ളവര്. Okay. The new medical record is either raised or the old one retrieved. എന്താ പറയുന്നത്? അതിന്റെ ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
കേൾക്കാം. റിസപ്ഷനിൽ നോക്കുക. നെക്സ്റ്റ് എന്താണ്? ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റിസ്റ്റോർഡ്, ഓൾഡ് ഓർ റിട്രൈവ്ഡ്. ഇനി നമ്മള് ചില സമയത്ത് ഓൾറെഡി ആ റെക്കോർഡ് പുതിയ റെക്കോർഡ് ആയിരിക്കും ഇരിക്കുന്നത്. പഴയ റെക്കോർഡ്സ് ഉണ്ടെങ്കിലോ ആളുമായി ബന്ധപ്പെട്ട് പഴയ ചാർട്ട്സുകൾ അവിടെ ഉണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു ന്യൂ മെഡിക്കൽ റെക്കോർഡ് എടുക്കും, അല്ലെങ്കിൽ എന്താണ് പഴയതുണ്ടെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ശേഖരിക്കുന്നത് കേട്ടോ. ഓക്കെ, റിസപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് റിസപ്ഷൻ ഏരിയ വരുന്നത്. പ്രത്യേകിച്ച് ട്രയേജിന്റെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്താണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ക്ലറിക്കൽ സ്റ്റാഫാണ് റെക്കോർഡ് ചെയ്യുന്നത്. ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റീസ്റ്റോർഡ്, ദ ഓൾഡ് വൺ റിട്രൈവ്ഡ്. ഓക്കെ, ചിലപ്പോൾ ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ്സ് ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പഴയതുണ്ടെങ്കിൽ അതിലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? റിസപ്ഷൻ. ട്രീറ്റ്മെന്റ്. അടുത്ത പ്രോസസ് എന്താണ്? അപ്പൊ നമ്മള് പേഷ്യന്റ് ട്രയേജിലൂടെ കടന്നുപോയി റിസപ്ഷനിലാണ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു. അടുത്ത എന്താണ്? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലെ? Patients may be directed to units, resuscitation area, acute treatment area, consultation fast track area, medical imaging or waiting area, emergency treatment is initiated. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഏതൊക്കെ യൂണിറ്റിലേക്കാണ് പേഷ്യൻസിനെ നമ്മൾ ഡയറക്ട് ചെയ്ത് വിടുന്നത്? അതായത് പരിശോധനയ്ക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് യൂണിറ്റ്സിലേക്കാണ് ആദ്യം വിടേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഡോക്ടേഴ്സ് ഫസ്റ്റ് ഒന്നല്ലെങ്കിൽ റീസസിറ്റേഷൻ ഏരിയാസിലേക്ക് ആയിരിക്കാം, ഒരു ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഒക്കെ ആയിരിക്കാം. പിന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. ഓക്കെ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് വിടുന്ന പേഷ്യന്റിന് പിന്നെ എന്താണ്? കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ. കൺസൾട്ടേഷൻ അവിടെ കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം എന്താണ്? മെഡിക്കൽ ഇമാജിംഗ്. ഇനിയിപ്പോ ഫ്രാക്ചർ, ഒടിവോ ചതവോ പോലെ പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഇമാജിങ്ങിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ വിടുന്നു. പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് സമയം ഒബ്സർവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദെൻ അതിനനുസരിച്ചിട്ടാണ് പിന്നെ എമർജൻസി ട്രീറ്റ്മെന്റ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഏതൊക്കെ പേഷ്യൻസിന് നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സിലേക്കാണ് വിടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, ട്രീറ്റ്മെന്റിന് ശേഷം ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ആവശ്യത്തിനുള്ളത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യണോ? ചെയ്യണ്ടേ? റീവാലുവേറ്റ് ചെയ്യണ്ടേ? മരുന്നുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത ഇഞ്ചക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം എന്താണ് പിന്നെയും ആളെ നമ്മൾ റീവാലുവേറ്റ് ചെയ്യണം അല്ലെ? ഓക്കെ, ആൻഡ് ED physician, emergency department physician, re-evaluate patient condition after treatment and assess the test result because result may give them additional insight into the type of treatment patient needed. Okay, അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആയിരിക്കുള്ള പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് ശേഷം ഒന്ന് റീവാലുവേറ്റ്, ഒന്ന് റീചെക്ക് ചെയ്യാം. ആളുടെ കണ്ടീഷൻസ് ഒക്കെ നോർമൽ ആണോ, ആള് സ്റ്റേബിൾ ആണോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്സുകൾ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം ഇനി ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചത് തീരുമാനിക്കും. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ വേണ്ടതെന്നുള്ളത് ആ ഒരു റിസൾട്ട് ഒക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ വിട്ടയക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. ഒരിക്കലും ഒരു പേഷ്യന്റ് സ്റ്റേബിൾ ആവാതെ നമ്മൾ അവിടുന്ന് അവരെ വിട്ടയക്കുന്നതല്ല അല്ലെ. സ്റ്റേബിൾ ആവുന്ന സമയം വരെ എന്താണ് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, all patients receive written home care instruction to follow up when discharged. Referral can be made based on facilities of hospital and patient condition if needed. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വേറെ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യാവുന്ന കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു തരും. എന്നിട്ട് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇനി ചിലപ്പോൾ എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാരും ചിലപ്പോൾ റെഫർ ചെയ്യുന്നെങ്കിൽ നമ്മൾ വേറെ ദിവസം ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിരിക്കും. നമ്മളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ റെഫർ ചെയ്തും തരാറുണ്ട്. അത് ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ടായിരിക്കുള്ളൂ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത്. മാത്രമല്ല പേഷ്യന്റിന്റെ കണ്ടീഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അത്ര സൗകര്യങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ എന്താണ് ഒരു അനദർ ഫെസിലിറ്റിയിലേക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ എന്താണ് റെഫർ ചെയ്തും തരാറുണ്ട്. അങ്ങനെയും ഡിസ്ചാർജ് ചെയ്ത് വിട്ടുന്നു.
ഓക്കെ. അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം വരുന്ന പേഷ്യൻസ് ഒരു ട്രയേജ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ വിവരങ്ങളെല്ലാം തന്നെ ഒരു റിസപ്ഷൻ ഏരിയയിലെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അതിനുശേഷം എന്താണ്, ട്രീറ്റ്മെന്റ്സുകൾ ആരംഭിക്കുന്നു. ഏത് തരം കണ്ടീഷൻ ആണോ അതിനനുസരിച്ച് ഓരോ യൂണിറ്റ്സിലേക്ക് അവരെ വിടുന്നു. ദെൻ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രീറ്റ്മെന്റിന് ശേഷം ഒരു എമർജൻസി ഫിസിഷ്യൻ ആയിരിക്കുള്ളൂ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആയിരിക്കുള്ള പേഷ്യന്റിനെ റീവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ സമയത്ത് എല്ലാ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ റീചെക്ക് ചെയ്തിട്ട് ഇനി ആവശ്യമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയാണ്. അതിനുശേഷം മാത്രം പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് ഒബ്സർവേഷനൊക്കെ ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. പിന്നെന്താണ്, പോകുന്ന സമയത്ത് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചതിന് ശേഷം റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ മറ്റു ഏതെങ്കിലും ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലേക്ക് ആളെ മാറ്റാവുന്ന റെഫറൽ ഫോംസും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു AD ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ഫ്ലോ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ വിട്ടയക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്. മനസ്സിലായി പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ്. നമ്മള് ചെറിയ ഓർഡർ തെറ്റിയൊക്കെ തരും. ഫസ്റ്റ് റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, ട്രയേജ് അങ്ങനെയൊക്കെ തരുമ്പോ കറക്റ്റ് റീഅറേഞ്ച് ചെയ്യാനുണ്ടാവും. ഓരോ ഓപ്ഷൻ ഫസ്റ്റ് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്താണ്, പേരുകൾ കംപ്ലീറ്റ്. ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. നമ്പേഴ്സ് 5 പോയിന്റ് 5 രീതി അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പഠിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സുകൾ ആരൊക്കെയാണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സുകൾ, വർക്ക് ചെയ്യുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്ന ആരാണ്, CMO ആണ് അല്ലെ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. വേണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്ട് ഫോം പോലെ ഒന്ന് CMO എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. CMOന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിലെ പ്രധാന വ്യക്തിയാണ് ആര്, CMO അഥവാ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. പിന്നെ ആരൊക്കെ ഉണ്ടാവും, കൺസൾട്ടൻസ് ഉദ്ദേശിക്കുന്ന ആരെയാണ്, കൺസൾട്ടൻസ് ആരാണ്, കൺസൾട്ടൻസ് ആരാണ്, കൺസൾട്ട് ചെയ്യുന്നത് ആരാണെങ്കിൽ ഡോക്ടേഴ്സ്. സ്കിൽഡ് ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. Then RN with the trained EMT at triage section. Triage section കൈകാര്യം ചെയ്യാനായിട്ടൊരു രജിസ്ട്രേഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഉണ്ടായിരിക്കും. RN എന്താണ്, രജിസ്റ്റേർഡ് നഴ്സ്. അറിയാത്തൊരു നോട്ട് ചെയ്യാം കേട്ടോ. RN മീൻസ് രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നഴ്സ് വെച്ചാൽ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് എന്ത്, രജിസ്റ്റേർഡ് നഴ്സുകൾ കേട്ടോ. R for registered and N for nurse. Okay. Then trained ആയിട്ടുള്ള EMT. EMT ആരാണ്, EMT അല്ല കേട്ടോ, AMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ കേട്ടോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. E for emergency, M for medical, T for technician. Okay. അപ്പൊ ഈ രജിസ്റ്റേർഡ് നഴ്സും EMTയും ഏത് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രയേജ് സെക്ഷൻ അല്ലെ. എന്തുകൊണ്ടാണ് ട്രയേജ് സെക്ഷനിൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്, നമുക്കറിയാലോ. ട്രയേജ് എന്ന് പറയുന്നത് എന്താണ്, എമർജൻസി സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്
ക്വാളിഫൈഡ് ആയിട്ടുള്ളതും സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ മാത്രമായിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, യെസ്, അതിൽ തന്നെയാണ് എന്താ RN AMTയും സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, RN രജിസ്റ്റേർഡ് നഴ്സ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി MT രണ്ടും അവിടെ പഠിക്കണം കേട്ടോ. RN എന്താണ്, EMT എന്താന്ന് പഠിക്കണം. RN രജിസ്റ്റേർഡ് നഴ്സ്, രജിസ്റ്റേർഡ് PG കഴിഞ്ഞിട്ടുള്ള നഴ്സുമാരാണ് കേട്ടോ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് രജിസ്റ്റേർഡ് നഴ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, സ്കിൽഡ് നഴ്സിംഗ് ടീം. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ വർക്ക് ഫോഴ്സ് ആയിരിക്കും കേട്ടോ. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീംസ് ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് പറയുമ്പോൾ ആരൊക്കെയാണ്? എക്സ്റേ, MRI ഇതൊക്കെ എടുക്കുന്ന ടെക്നീഷ്യൻസ് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആണ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസും എക്സിക്യൂട്ടീവ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രധാന വർക്ക് ഫോഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ഈ പേരുകളൊന്ന് പഠിക്കണോട്ടോ. ഏതൊക്കെയാണ്, ആരൊക്കെ മെമ്പേഴ്സ് ആണ് ED ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, പിന്നെ കൺസൾട്ടൻസ് അതായത് ഡോക്ടേഴ്സ്, രജിസ്റ്റേർഡ് നഴ്സ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, ട്രയേജ് സെക്ഷൻസിൽ. ഓക്കെ, സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. ECG, എക്സ്റേ, MRI എടുക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റും എക്സിക്യൂട്ടീവുകളും ഉണ്ടായിരിക്കും. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസുകളും എക്സിക്യൂട്ടീവ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മെയിൻ വർക്ക് ഫോഴ്സസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയ പേരുകൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ് കേട്ടോ. കാഷ്വാലിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടായിരിക്കും. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. ആൻഡ് എന്നാണ് കേട്ടോ, അഞ്ചെന്നാണ് എടുക്കുന്നത്. എന്നാണ് രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ട്, രജിസ്ട്രേഷൻ ക്ലർക്ക് ഉണ്ട്, അഡ്മിഷൻ ക്ലർക്ക്. ഓക്കെ, ഇവരെല്ലാം തന്നെ ഏത് തരം സ്റ്റാഫുകളാണ്? ED ഡിപ്പാർട്ട്മെന്റിന് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളില് കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ആര്? MRD ക്ലർക്കുകൾ, രജിസ്ട്രേഷൻ ക്ലർക്കാണ് അഡ്മിഷൻ ക്ലർക്ക്. ഓക്കെ, ഇനി ഏതൊക്കെ റെക്കോർഡ്സുകളാണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഏതൊക്കെ റെക്കോർഡുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്നത്? നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ? തുടക്കമായിരുന്നാണ് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഏത് റേഞ്ചിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു ഫ്ലുവൻസി അനുസരിച്ച് എടുത്തു പോകാൻ പറ്റും. ഓക്കെ, ഏത് സ്റ്റൈലിലാണ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ചില കുട്ടികള് ചില പോയിന്റ്സ് പറയുമ്പോൾ യെസ് മിസ്, ഓക്കെ മിസ് എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടാണ്. ചിലവർ പക്ഷെ ഉണ്ടാതിരിക്കും. അപ്പൊ ചിലപ്പോ അവരവിടെ ആലോചിച്ചിരുന്ന് എഴുതി ചിലപ്പോ വേറെ എവിടെയെങ്കിലും പോയി ക്ലാസ് അവിടെ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഒന്ന് കുറെ കഴിയുമ്പോൾ പിന്നെ ചോദിക്കും, ലാഗ് ചെയ്തെങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല കേസസ് നമ്മളിവിടെ കാണാറുണ്ട്. ചില കുട്ടികൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ് തീരുന്നത് വരെ
ഓൺലൈനിൽ ഉണ്ടായിരിക്കും. ചോദിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഏത് ക്ലാസ് എങ്ങനെ ടൈപ്പിൽ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനമായിട്ടുള്ള റെക്കോർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് പേഷ്യൻസിന്റെ റെക്കോർഡ് ഉണ്ടാവും, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് of all category of staff, register of duty doctors, specialists, etc. all documents, MLC record, medico legal cases, police intimation book. ഇത്രയും റെക്കോർഡ്സുകളാണ് എന്താ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നും നോക്കാം. പേഷ്യൻസ് റെക്കോർഡ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. പേഷ്യൻസ് റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ ഉണ്ടായിരിക്കും. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കോട്ടോ നിങ്ങളോട്. ഓക്കെ, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെ, പേര്, ഏജ്, സെക്സ്, അഡ്മിഷൻ നമ്പർ, ഹോസ്പിറ്റൽസിന്റെ പേര്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതില് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അഡ്രസ് അടക്കം അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ത് പർപ്പസിനാണ് അത് സൂക്ഷിക്കുന്നത്? നമ്മള് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, പേഷ്യൻസ് ഏതെങ്കിലും തരത്തില് മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് സമയത്താണ്, എന്താണ് കാരണങ്ങള്, കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലെ. ഓക്കെ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് പേഷ്യൻസിന്റെ എന്താണ് ട്രീറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്സർവേഷൻസും മറ്റ് ഫോളോ അപ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. പിന്നെ ഒരു റെഫറൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. റെഫറൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റെഫറൽ റെക്കോർഡ് എന്തുമായി ബന്ധപ്പെട്ടാണ്? റെഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ, റെഫറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചില പേഷ്യൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ അനദർ ഫെസിലിറ്റിയിലേക്കൊക്കെ മാറ്റം ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഹോസ്പിറ്റലിനകത്ത് തന്നെ മറ്റൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അപ്പോൾ എന്താണ്, എങ്ങോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ്, പ്രത്യേകിച്ച് ഏത് ഫെസിലിറ്റിയിലേക്കാണോ ഡോക്ടർ റെഫർ ചെയ്യുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്സ് അവരെന്തായാലും സൂക്ഷിച്ചിരിക്കും. ഓക്കെ, ഇൻ കേസ് നമ്മള് റെഫറൽ റെക്കോർഡ് സൂക്ഷിക്കുന്നത് പലതരത്തിൽ ഇപ്പൊ പോകുന്ന സമയത്ത് പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഹോസ്പിറ്റൽ അതിന് ഉത്തരവാദികളല്ല എന്നുള്ളതും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓൾറെഡി റെഫർ ചെയ്തതാണെന്നുള്ളതൊക്കെ അതിന്റെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊക്കെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്, പേഷ്യൻസ് വന്നത് മുതൽ പ്രസന്റ് ആ ടൈം വരെ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കും. Then minor OT records. Minor OT records എന്താണ്? മൈനർ OT records. OT എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. OT ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ OT records അതായത് മൈനർ ആയിട്ടുള്ള OT records സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രത്യേകമായിട്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് റെക്കോർഡ്സുകളാണ് കേട്ടോ മൈനർ OT റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് OT-യിലേക്ക് നേരെ കയറ്റിവിടുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആണ് അതിലേക്ക് വരുന്നത്. ഓക്കെ, മൈനർ ആയിട്ടുള്ള മാത്രം ഡീറ്റെയിൽസ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. എന്താണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്? ഇവിടെ ഇൻസിഡന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻസിഡൻസ് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെ,
ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചത്, ഏത് പ്ലേസിലാണ്, ഏത് സമയത്താണ്, ഇൻസിഡന്റ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസും ഉണ്ടായിരിക്കും, രജിസ്റ്റേഴ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. Then attendance registers of all categories of staff. Attendance registers of all categories of staff. അതായത് ED-യിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറി സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റേഴ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ED-യിലുള്ള എല്ലാ കാറ്റഗറി സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റർ ഫോംസ് കൂടി അവിടെ ഉണ്ടായിരിക്കും, രജിസ്റ്റർ റെക്കോർഡ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് സ്പെഷ്യലിസ്റ്റ്. ഡ്യൂട്ടി ഡോക്ടേഴ്സിന് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും, അവർ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു രജിസ്റ്റർ കൂടി ഉണ്ടായിരിക്കും ഡ്യൂട്ടി ഡോക്ടേഴ്സിനും സ്പെഷ്യലിസ്റ്റിനും വേണ്ടിയിട്ട്. ഓക്കെ, all documents, example, admission card, case sheet, drug charts, death certificate forms. ഇനി എല്ലാത്തിനുള്ള ഫോംസ് ഉണ്ടായിരിക്കും, എല്ലാ ഫോമുകളും, അതായത് അഡ്മിഷൻ കാർഡ്സ്, കേസ് ഷീറ്റ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കേസ് ഷീറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഡ്രഗ് ചാർട്ട്സിൽ ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് രേഖപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് മുതലായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ED ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, MLC റെക്കോർഡ്. MLC എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കൽ അല്ലാട്ടോ, മെഡിക്കോ ആണ്, ശ്രദ്ധിക്കണം. പലരും ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ആൻസറും തെറ്റിച്ച് ചോദിക്കാറുണ്ട്. മെഡിക്കൽ അല്ല, മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. മെഡിക്കോ അണ്ടർലൈൻ ചെയ്യുന്നത് നമ്മൾ താഴെയാണ് പറയാൻ പോകുന്നത്, ഈ പോയിന്റിൽ അത് പറഞ്ഞിട്ടില്ല. മെഡിക്കോ. MLC എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് ആണ് അല്ലെ. അതായത് MLC record with all diagnosis and investigation result and kept under lock and key under CMO casualty. അതായത് ഈ മെഡിക്കോ ലീഗൽ കേസുകൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് കേട്ടോ. അത്തരം കേസസ് ആണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടുകളും റിപ്പോർട്ട്സുകളും എല്ലാം തന്നെ MLC കേസുകളുടെ മാത്രം റിപ്പോർട്ട്സുകൾ എല്ലാം തന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ കീഴിലായിരിക്കുള്ളൂ നമ്മൾ അതെല്ലാം നോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ MLC കേസിലേക്ക് വരാം. MLC എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് ആണ്. അതായത് എങ്ങനെയുള്ള കേസുകളാണ്? ആക്സിഡന്റുകള്, ട്രോമ, അസാൾട്ട് മീൻസ് എന്തെങ്കിലും ആക്രമണങ്ങള്, റേപ്പ്, പീഡനങ്ങള്, പോയിസണിങ്ങൾ, എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോട്ട് ഡെത്ത്. അൺകോൺഷ്യസ് ബ്രോട്ട് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകോൺഷ്യസ് ബ്രോട്ട് ഡെത്ത് ഇങ്ങനെയുള്ളതാണ്. നമുക്ക് സംശയാസ്പദമായിട്ട് ചില സാഹചര്യത്തിലൂടെ മരിച്ചു കണ്ടിട്ടില്ലേ, കാരണമൊന്നും അറിയാതെ. ചിലപ്പോ ശരീരത്തിൽ മുറിവുകളൊന്നും തന്നെ ഉണ്ടാവില്ല, ആള് ചിലപ്പോ മരിച്ചിട്ടുണ്ടായിരിക്കും. അൺകോൺഷ്യസ് ആയിട്ട് മരിച്ച കേസുകൾ ഉണ്ടാവും. അത്തരം കേസുകളാണെങ്കിൽ വരുന്നത് MLC ആയിട്ട് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്ന സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന കേസുകളാണെന്ത്? ആക്സിഡന്റുകള്, എന്തെങ്കിലും ആഘാതങ്ങള്, ആക്രമണങ്ങള്, പീഡനങ്ങള്, പോയ്സണിങ്, അല്ലെങ്കിൽ എന്താണ് അസാധാരണമായിട്ടുള്ള മരണങ്ങള്. അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് എന്ത് നമ്മള് MLC കേസുകളായിട്ട് ഇതിനെ സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസും റെക്കോർഡ്സും സൂക്ഷിക്കുന്നത് ആരാണ്? അതിന്റെ കീ എല്ലാം CMOന്റെ കയ്യിലായിരിക്കും കേട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കുള്ളൂ ഇതിന്റെ എല്ലാ റിപ്പോർട്ട്സുകളുടെ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? രണ്ട് പോയിന്റും. ഇനി ഉള്ളത് എന്താണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് ഉണ്ടായിരിക്കും. പോലീസ് CMO എന്ന് പറഞ്ഞ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു തന്നല്ലോ അതാദ്യം. ഓക്കെ, പോലീസ് ഇന്റിമേഷൻ ബുക്ക് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്? എന്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്? MLC രജിസ്റ്റേർഡ് ആയിട്ടുള്ള കേസുകളുടെ ഡീറ്റെയിൽസ്, മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസസിന്റെ ലീഗൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇന്റിമേഷൻ ബുക്സ് സ്വീകരിക്കുന്നത് കേട്ടോ. ലീഗൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസിനും
അല്ലെങ്കിൽ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ ആ പർപ്പസസിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇന്റിമേഷൻ ബുക്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആ കേസുകളുടെ ഡീറ്റെയിൽസ് റേപ്പ് ആണെങ്കിൽ ആക്സിഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നോ അത് പോലീസ് ഇന്റിമേഷൻ ബുക്കിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ. അത് ED ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇത് കാഷ്വാലിറ്റി പോകുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സിനെ കാണുന്ന ആ ടേബിളിന്റെ അവിടെ ഈ പ്രത്യേകിച്ച് കാണാൻ പറ്റും പോലീസ് ഇന്റിമേഷൻ ബുക്ക് അവരിങ്ങനെ ബൈൻഡ് ചെയ്ത് പേര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഹെഡ്ലൈൻ ഒക്കെ കൊടുത്ത് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള ഡോക്ടർ റെക്കോർഡ്സുകൾ ഇനിയിപ്പോ മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് റെക്കോർഡ്സുകളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ പ്രധാനമായിട്ടും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള മെയിൻ റെക്കോർഡ്സിൽ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി പറയാം. എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ റെക്കോർഡ്സ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സ്, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ, attendance registers of all category of staffs, the register of duty doctors, specialists, etc. പിന്നെ all documents ഏതൊക്കെയാണ്? admission card, case sheet, blood charts, death certificate forms. Then MLC records ന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എല്ലാം ആരാണ് സൂക്ഷിക്കുന്നത്? kept under the lock and key under ആരുടെ കയ്യിലായിരിക്കും ഇതിന്റെ കീ? CMO അല്ലെ? CMO കാഷ്വാലിറ്റി. Then മെഡിക്കോ ലീഗൽ കേസസ്. ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് വരുന്നത്? പഠിക്കണോ കേട്ടാ? ഈ രണ്ട് ഭാഗങ്ങളും പഠിക്കണേ. ട്രോമ, ആക്സിഡന്റ്, അസാൾട്ട്, റേപ്പ്, പോയിസണിങ് ആൻഡ് അൺകോൺഷ്യസ് ഡോട്ട്. ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് കേസായിട്ടാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്? മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഇപ്പൊ ഒരു പോലീസ് ഇന്റിമേഷൻ ബുക്സ് കൂടി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ഫങ്ഷൻസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാത്തവർക്ക് ചെയ്തോ? ഇനിയും എത്ര പേർക്ക് കിട്ടാനുണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ? ഒത്തിരി പേരുണ്ടോ? കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് കിട്ടാത്തതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ എടുക്കുമ്പോ എനിക്കത് പഠിപ്പിച്ചു തരുമ്പോ നിങ്ങൾക്കത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് നോക്കി പോവാം. കിട്ടിയവർ അത് വെച്ച് നോക്കാം. കിട്ടാത്തവര് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിന് പൈസ കൊടുത്തതല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക്? എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയവർ എത്ര പേരുണ്ട്? ആൻസർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്.
അതെ. ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് വെച്ചല്ലേ വരുന്നത്. അന്ന ഇവിടെ ഒന്ന് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാൻ മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയാം. അവരെന്താന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ അറിയിക്കണം കേട്ടോ. നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ. കിട്ടുന്നില്ല. കിട്ടാത്തവർ ഇവിടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു PROയുടെ നമ്പർ ഉണ്ടായിരിക്കൂലേ കയ്യില് എല്ലാവരുടെയും? കിട്ടാത്ത കുട്ടികളെ കോണ്ടാക്ട് ചെയ്യാം. ടെക്സ്റ്റ് കിട്ടാത്തവരും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും എന്താണ് ഇവിടെ കോണ്ടാക്ട് ചെയ്ത് പറയും കേട്ടോ. ഓക്കെ. ടെസ്റ്റ് പേപ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കിയാലേ അതിൽ കയറി കഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ അറിയാത്തവരാണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇവരെ വിളിക്കുമ്പോ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അറിയാവുന്നവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുക കേട്ടോ. ഓക്കെ. മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് എക്സാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് എഴുതിയെടുക്കുക. 5 ചോദ്യങ്ങൾ വെച്ചാണ് നമ്മൾ ചിലപ്പോൾ പോർഷൻസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ 5 7 8 ക്വസ്റ്റ്യൻ ആകും, 9 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ കൂടുതലായിരുന്നു. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് മോക്ക് ടെസ്റ്റ് ഇടുന്നത്. ഓക്കെ. അപ്പൊ അത് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരുമല്ലേ. ഇപ്പൊ 1 ഉം 2 മൊഡ്യൂൾ എക്സാം നമ്മൾ ഈ മോക്ക് ടെസ്റ്റിംഗാണ് ക്വസ്റ്റ്യൻസുകൾ ഇടുന്നത്. ഓക്കെ. അതേ അതാകെ ഏകദേശം ചോദ്യങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടാവും പഠിക്കാനായിട്ട് ഇത്രയും ക്വസ്റ്റ്യങ്ങൾ. അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടില്ല അല്ലെ. ഗൈഡ് ഉണ്ട്. ഗൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഗൈഡ് ഉണ്ട്. മെയിൻ എക്സാമിന് നമ്മൾ ഗൈഡ് നോക്കിയിട്ടാണ് ഗൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഗൈഡ് വാങ്ങിക്കാൻ പറഞ്ഞത് ലാസ്റ്റ് ആകുമ്പോഴേക്കും വാങ്ങിച്ചാൽ കേട്ടോ. ലാസ്റ്റ് മീൻസ് പരീക്ഷ ആവുന്ന സമയമല്ല, 3 and 4 മൊഡ്യൂൾ ആകുമ്പോഴേക്കും വാങ്ങിക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് സെയിം ആണോ? മനസ്സിലായില്ല. പരീക്ഷയ്ക്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം. ചിലതൊക്കെ മാറ്റി തരും. നിങ്ങൾക്ക് പഠിച്ചവർക്കാണെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ചിലപ്പോ അതേപോലെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചോദിക്കാം, ചിലപ്പോ അത് തന്നെ ചോദിക്കാം. ഓക്കെ. പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ടെക്സ്റ്റും മോക്ക് ടെസ്റ്റും ഒരേ ചാപ്റ്ററിന്റെ ഓരോന്ന് പഠിച്ച് പോവാം. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ബുക്കിന്റെ കൂടെ ഗൈഡ് കിട്ടിയവർ ഗൈഡ് പഠിച്ചു. പക്ഷെ നമ്മള് ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം 1ഉം 2ഉം മൊഡ്യൂളിന്റെ പരീക്ഷയ്ക്ക് മോക്ക് ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. മെയിൻ എക്സാമിന് മാത്രമാണ് ഗൈഡിൽ നിന്ന് ചോദ്യങ്ങൾ ഇടുന്നത് കേട്ടോ. അതായത് മെയിൻ എക്സാം 4 ദിവസം ഉണ്ടായിരിക്കും. ഓരോ പേപ്പർ വെച്ച് 4 ദിവസം. ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ്, ഫോർത്ത് കേട്ടോ. 100 മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ? To provide immediate and correct life-saving medical care. അല്ലെ? To provide immediate and correct life-saving medical care. എന്താ പറയുന്നത്? ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു പേഷ്യൻസിന്റെ ലൈഫ് എത്രയും പെട്ടെന്ന് സേവ് ചെയ്യാനാണ് നോക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുത്തുകൊണ്ട് ആളുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ഓക്കെ. അതൊന്ന് ടിക്ക് ചെയ്തിടാട്ടോ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ. ഓക്കെ.
ഇനി to liaise with the courts and police in medical legal cases whenever required. To liaise with the echo വരുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഫസ്റ്റ് പോയിന്റ് ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ദൗത്യം എന്താണ്? വരുന്ന എമർജൻസി കേസുകൾ എത്രത്തോളം എമർജൻസി ആണെങ്കിലും വരുന്ന പേഷ്യൻസ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നല്ല മെഡിക്കൽ കെയർ കൊടുത്ത് അവരുടെ ലൈഫ് രക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ, മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ? അത് തന്നെയല്ലേ? മനസ്സിലായോ? ഓക്കെ. എക്കോ വരുന്നുണ്ടോ? എക്കോ ഉണ്ടോ ക്ലാസ് എടുക്കുമ്പോ? ഇല്ല, എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ? എന്താണ്? To liaise with the courts and police in medico legal cases whenever required. എന്താ പറയുന്നത്? ലേസ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്പർക്കം എന്നാണ്. ആരുമായിട്ട് പരസ്പര സമ്പർക്കം ഉണ്ടായിരിക്കണം? പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കോർട്സും പോലീസുമായിട്ട് അല്ലെ? അതായത് പ്രത്യേകിച്ച് മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെയാണോ വരുന്നതെങ്കിൽ എന്താണ് കോർട്സും പോലീസുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കണം ആർക്കുണ്ടാവേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ? അതായത് പല കേസസുകളും ചിലപ്പോ ലീഗൽ ആയിട്ടുള്ള മറ്റു ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നേരെ ചിലപ്പോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ പിഴവ് പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എന്താണ് പോലീസുമായിട്ടുള്ള നല്ല സമ്പർക്കം ആവശ്യമാണ്. മാത്രമല്ല മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ രജിസ്ട്രേഷൻ പർപ്പസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ലീഗൽ ആയിട്ടുള്ള എല്ലാ ഇംപ്ലിക്കേഷൻസിനും അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് പോലീസും കോർട്സുമായിട്ടുള്ള നല്ല സമ്പർക്കമായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഉണ്ടാവേ. ഓക്കെ, യെസ്. സെക്കൻഡ് പോയിന്റ് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കട്ടെ. സെക്കൻഡ് പോയിന്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പേര് വിളിക്കുന്ന ആളെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ടീച്ചർ പറയുന്നതില് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കണേ. സ്റ്റേഷൻ ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്, ഐസൊലേഷൻ റൂം. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? ഏതായിരിക്കും? പറയണോ? ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാം. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഐസൊലേഷൻ ഏരിയ. ഐസൊലേഷൻ ഏരിയ. ഐസൊലേഷൻ ഏരിയ. എന്തുകൊണ്ടാണ് ഐസൊലേഷൻ ഏരിയ പറഞ്ഞത്? മറ്റേതെന്താണ്? ഫങ്ഷണൽ ഏരിയാസ് ആണ് അല്ലെ? ഓക്കെ. പേഷ്യന്റ് ഫ്ലോയിലെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? പേഷ്യന്റ് ഫ്ലോയിലെ തേർഡ് സ്റ്റെപ്പ് ഞാൻ ചോദിക്കുന്നതാണ്. ഫാത്തിമ മുജീബ്. ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ റീചെക്ക് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഞാൻ ചോദിക്കുന്ന ആളാണ്. ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ചെയ്തേ. വൃന്ദ, വിനീഷ്, വൃന്ദ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ആൻസർ ആണ് വന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? കുറെ പേരുകൾ പഠിച്ചതെല്ലാം നിങ്ങൾ പറയുന്നത് ആരാണ്?
ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആണ് റീചെക്ക് ചെയ്യുന്നത്. കണ്ടോ? An ED physician will reevaluate patient condition after treatment. Okay. Then after triage, patient details are recorded by dash. After triage, patient details are recorded by dash. ഞാൻ ചോദിക്കുന്ന ആളെ വിദ്യാമോൾ കെ. വിദ്യാമോൾ. ആതിര MS. ആതു. ആതിര. Clerical staff. Clerical staff. Very good. Okay. ഇത് കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറയാമോ പേഷ്യന്റ് ഫ്ലോ? കാണാതെ ആരെങ്കിലും പറയാൻ അറിയാമോ പേഷ്യന്റ് ഫ്ലോ? ഗംഗാമോൾ. Triage, reception, treatment, reevaluation, and discharge. Okay, very good. Then emergency department workforce ആരൊക്കെയാണ്? സുതീന ഹസൻ. സുതീന. ക്വസ്റ്റ്യൻ പറയാമോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സ് ഒക്കെ ആരൊക്കെയാണ്? കാഷ്വാലിറ്റി, മെഡിക്കൽ ഓഫീസർ. പിന്നെ ആരാണ്? ഓക്കെ ഓക്കെ. വേറെ ഒരാളെ പറഞ്ഞ ബാക്കിയുള്ളത്? കൺസൾട്ടന്റ്, രജിസ്റ്റേർഡ് നേഴ്സ്, സ്കിൽഡ് നഴ്സിംഗ് ടീം. EMT ആരാണ്? എക്സ്പാൻഷൻ ഓഫ് EMT എന്ന് പറഞ്ഞേ. എക്സ്പാൻഷൻ ഓഫ് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. Diagnostics technician. Consultant should be available. Okay, very good. Okay. Administrative staff ആരൊക്കെയാണ്? Administrative staff medical record clerk, Registration clerk, medical record clerk. Okay. Then NLC stand for? medico legal cases. Yes. മാർക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് വരുന്ന കേസുകൾ ഏതൊക്കെയാ? Trauma. Accident. Assault. Rape. Broad duct. നോക്കട്ടെ, കല്ല് നോക്കിയേ കണ്ണാടിയില്. ഹലോ. കുഴപ്പമില്ല. എന്തെങ്കിലും സംസാരിക്കുന്ന മൈക്ക് ഓഫ് കേട്ടോ. വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാൻ, ബാക്കി കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുക? ഡോക്യുമെന്റ്സ് എക്സാമ്പിൾ ഏതൊക്കെയാ? Admission card, drug chart, death certificate forms. Okay. Very good. Okay, thank you. Have a nice day. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.